പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത് പമ്പയിൽ കഴിഞ്ഞ പ്രാവശ്യം 3 നടപ്പത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1500 2000 വരുമ്പോൾ നിറയും, വെയിലേറ്റ് മഴയേറ്റ് നിൽക്കുകയാണ്. ഇപ്രാവശ്യം മിനിസ്റ്റർ നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങളുടെ മുന്നൊരുക്കം. രാമമൂർത്തി മണ്ഡപം ഒരു മണ്ഡപം ഉണ്ടായിരുന്നില്ല ഇതിന് മുമ്പ്, പ്രളയത്തിന് മുമ്പ്. അതേ സമാനമായ രീതിയിൽ അത് 20,000 ആയിരുന്നു സ്ക്വയർ ഫീറ്റ്. 22,000 സ്ക്വയർ ഫീറ്റ് ഒരു ഗവൺമെന്റ് പന്തൽ 4,000 പേർക്ക് വിനിയോഗിക്കുവാൻ ഞങ്ങളവിടെ നിർമ്മിച്ചു, താൽക്കാലിക പന്തൽ നിർമ്മിച്ചു. പെർമനന്റും സെമി പെർമനന്റുമായിട്ടുള്ള 6ഓളം നടപ്പന്തലുകൾ ഞങ്ങൾ ഒരുക്കി. അപ്പം എന്ത് വന്നാലും 8,000 പേർക്ക് നിൽക്കുവാൻ സാധ്യതയുള്ള ഒരു സംവിധാനം ഞങ്ങൾ പമ്പയിൽ വെള്ളവും ഒക്കെ നമ്മൾ കൊടുത്തു. അടുത്തൊരു പ്രശ്നം, കഴിഞ്ഞ പ്രാവശ്യം കണ്ടൊരു പ്രശ്നം, ഈ ശരംകുത്തിയിൽ നിന്നും താഴോട്ട് വരുമ്പോൾ ഈ കിഴക്കാൻ തുക്കായ ഇറക്കമാണ്, ബാരിക്കേഡ്. അതാണ് ഒരു സ്ട്രഗ്ലിംഗ് പോയിന്റ്. അവിടെ വെള്ളം കിട്ടിയില്ല എന്നുള്ളതായിരുന്നു പരാതി. അതിന് ഞങ്ങൾ ശരംകുത്തിയിൽ 10,000 ലിറ്റർ ബോയിലർ സ്ഥാപിച്ചുകൊണ്ട് ബാരിക്കേഡിൽ കൂടി പൈപ്പ് ലൈൻ വഴി നടപ്പന്തൽ വരെ ഞങ്ങൾ കിയോസ്ക് ഒരുക്കി. വളണ്ടിയർമാരെ നിർത്തി സ്റ്റീൽ ബോട്ടിൽ ഞങ്ങൾ വെള്ളം കൊടുത്തു. ആവശ്യം പോലെ വെള്ളവും ചുക്കുവെള്ളവും ബിസ്ക്കറ്റും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അന്നദാനം, ശബരിമലയിലെത്തിയ എല്ലാ ഭക്തർക്കും ഭക്ഷണം ആഗ്രഹിക്കപ്പെട്ട വന്ന എല്ലാ ഭക്തർക്കും ഞങ്ങൾ ഭക്ഷണം കൊടുത്തു. 6 മണിക്ക് തുടങ്ങും. ക്ലീനിങ് സമയം ഒഴിച്ച് ഉച്ചയ്ക്ക് രാവിലെ ഉപ്പുമാവ്, ഉച്ചയ്ക്ക് പുലാവ്, വൈകുന്നേരം കഞ്ഞി, ഫുൾ ടൈം നമ്മൾ കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിഴവ് എന്ന് പറയുന്നത് ചെറിയ തിരക്ക് കൂടിയ ദിവസങ്ങളിൽ നമുക്ക് അരവണ നിയന്ത്രിക്കേണ്ടി. ഇപ്രാവശ്യം ഞങ്ങൾ 8 മാസം മുമ്പ് നടത്തിയ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വൃശ്ചികം 1 തുടങ്ങുമ്പോൾ 1-ാം തീയതി തുടങ്ങുമ്പോൾ 40 ലക്ഷം ടിൻ അരവണ നമുക്ക് പവർ സ്റ്റോക്ക് ആക്കി വെക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇന്നലെ വരെ യഥേഷ്ടം അരവണയും പ്രസാദവും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ മൊത്തത്തിൽ ദേവസ്വം ബോർഡും സർക്കാരിന്റെ സംവിധാനങ്ങളും ഏജൻസികളും ഒക്കെ ഒരുക്കിയ ഒരു മുന്നൊരുക്കം, അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പരാതിരഹിതമായ ഒരു മണ്ഡല മകരവിളക്ക് സാധ്യമാക്കാൻ സാധിച്ചത്. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ അവിടെ ആ പൂങ്കാവനം പരിശുദ്ധമാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വിശുദ്ധി സേനയിലെ ഒരു അംഗം വരെ എടുത്ത സേവനം വളരെ വലുതാണ്. വിശുദ്ധ സേനയിലെ ശ്രീ എടിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു എല്ലാ ദിവസവും മീറ്റിങ്ങുകൾ നടത്തിയ ഒരു ദിവസം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് അദ്ദേഹത്തിന്റെ സേവനത്തെ. ഞാൻ ഇന്നലെ ഇറങ്ങി വരുമ്പോഴും ആ വഴി മുഴുവൻ ശാന്തം, എല്ലാം പോലെ വൃത്തിയായി കിടക്കുകയാണ്. വിശുദ്ധ സേനയിൽ ഓരോ അംഗങ്ങൾക്കും ഒരു ബിഗ് സല്യൂട്ടുണ്ട്. അതുപോലെ പോലീസ് ക്രൗഡ് മാനേജ്മെന്റ് നടപ്പിലാക്കുവാൻ ഇത്രയധികം സയന്റിഫിക്കായി പഠിച്ച് ക്രൗഡ് മാനേജ്മെന്റ് നടപ്പിലാക്കി. അത് സോപാനത്ത് തലേ ദിവസം ഞാനും ADGP ശ്രീധരനും തമ്മിൽ ഉണ്ടാക്കിയൊരു ധാരണയുണ്ട്. അതിൽ കുറെ പഴി ഞങ്ങൾ കേട്ടു, ദേവസ്വം ബോർഡ് കാലം പോലീസും ഒക്കെ ഞങ്ങൾ പഴി പറഞ്ഞു. പക്ഷെ അത് ആ സ്റ്റാർട്ടിൽ നിന്നു ആ സോപാനത്ത് നടപ്പിലാക്കിയ കാര്യം മുതൽ പമ്പയിൽ ഒരുക്കിയ ജർമ്മൻ പന്തൽ വരെ ഈ ക്രൗഡ് മാനേജ്മെന്റ് സുഗമമായി പോകാൻ സഹായിച്ചു. 18-ാം പടിയിലെ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി സമയം കുറച്ചത് സയന്റിഫിക് ആയിട്ടുള്ള തീരുമാനമായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിലും പോലീസുകാർ പോയി ശബരിമല തീർത്ഥാടനം സത്യത്തിൽ ഞങ്ങൾക്കല്ല കൂടുതലും ഇപ്പം ഇത് കിട്ടിയിരിക്കുന്ന പോലീസിനാണ്. വരുന്ന ഭക്തരെല്ലാം പോലീസുകാർ ഞങ്ങളോട് നന്നായി പെരുമാറി ആ പോലീസുകാർക്ക് ഫിക്സ് ഇട്ട് നൽകുവാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നത്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും RIF ആയാലും NDF, RIF ഒക്കെ ആ മകരവിളക്ക് മഹോത്സവത്തിന്റെ അന്ന് സ്റ്റാമ്പേർഡ് ഉണ്ടാകാതെ നോക്കാൻ വേണ്ടി അവരെടുത്തൊരു ത്യാഗം. RIF-ഉം പിന്നെ ഫയർഫോഴ്സും NDRF-ഉം ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള വനം വകുപ്പും, അങ്ങനെ ഞാൻ എണ്ണി പറയുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഈ ശബരിമല തീർത്ഥാടനം നമുക്ക് മികവുറ്റതാൻ സാധിച്ചത്. അതിന് ദേവസ്വം ബോർഡിന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പ്രകാശിപ്പിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.